നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിന്റെ JDU പ്രവേശനം ഇന്ന്. പാർട്ടി അംഗത്വമെടുക്കുന്ന നിഷാന്ത് സംസ്ഥാന പര്യടനത്തിനൊരുങ്ങുകയാണ്. ഉപമുഖ്യമന്ത്രി പദത്തിനൊപ്പം നിയമസഭാ കക്ഷി നേതാവായും നിഷാന്തിനെ തെരഞ്ഞെടുക്കും. രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, നിഷാന്തിനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ബീഹാറിൽ പുതുമുഖമാണ്, രാഷ്ട്രീയത്തിലെത്ത പരിചയമില്ലാത്ത ആളാണ്. ഉപമുഖ്യമന്ത്രി പദമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം നിതീഷിന്റെ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കമുണ്ട്. എന്തൊക്കെയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? JDU പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിതീഷിനായോ? രഞ്ജിത്ത്, വലിയ മാറ്റത്തിന് വേദിയാവുകയാണ് JDU രാഷ്ട്രീയം. കാരണം സർക്കാർ ആവട്ടെ പാർട്ടിയാകട്ടെ നിതീഷ് കുമാർ ആയിരുന്നു ഇത്രയും നാൾ. എന്നാൽ അതിനൊരു മാറ്റം വരികയാണ്. മകൻ നിഷാന്ത് കുമാർ ഇപ്പോൾ ഇന്ന് JDU അംഗത്വം എടുക്കുകയാണ്. ഇത്രയും നാൾ മക്കൾ രാഷ്ട്രീയത്തോട് വിയോജിച്ചിരുന്ന നിതീഷ് കുമാർ, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യം ഇല്ലാതിരുന്ന നിഷാന്ത് കുമാർ, ഏതായാലും അതിലൊക്കെ മാറ്റം വരികയാണ്. ഇന്ന് 1 മണിക്ക് പാർട്ടി ആസ്ഥാനത്ത് അംഗത്വം എടുക്കും. ഏതായാലും മകന്റെ വരവ്, നിഷാന്ത് കുമാറിന്റെ വരവ് ആഘോഷമാക്കി മാറ്റുകയാണ് നേതാക്കളും പ്രവർത്തകരും. നിതീഷിന്റെ പിൻഗാമി, വികസിത ബീഹാറിന്റെ അടുത്ത തേരാളി തുടങ്ങിയ പോസ്റ്ററുകളൊക്കെ തന്നെ ഇതിനോടകം ബീഹാറിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പട്നയിൽ അങ്ങനെ വിവിധ ബാനറുകളും പോസ്റ്ററുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ വരവ് വ്യക്തമാക്കിക്കൊണ്ട് പ്രമേയം JDU നേതാവ് സഞ്ജയ് ഝാ നിതീഷ് കുമാർ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ വസതിയിൽ വിളിച്ച യോഗത്തിൽ പാസാക്കിയത്. അതിന് പിന്നാലെ ഇന്നലെ 2 യോഗങ്ങളിൽ നിഷാന്ത് കുമാർ പങ്കെടുത്തു. ഒന്ന് ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെ പങ്കെടുത്ത യോഗമായിരുന്നു. അതിൽ കേന്ദ്രമന്ത്രി ലല്ലൻ സിംഗ് അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. രണ്ടാമത്തെ യോഗം MLA മാർ പങ്കെടുത്ത യോഗമാണ്. അങ്ങനെ പാർട്ടി കാര്യങ്ങളിൽ കൂടി ഇതിനോടകം തന്നെ ഇടപെട്ട് വരികയാണ് ഇപ്പോൾ നിഷാന്ത് കുമാർ. ഏതായാലും 1 മണിക്കാണെന്ന് ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, JDU നേതാക്കൾ പറയുന്നത് ഉപമുഖ്യമന്ത്രിയായി ഉള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. BJP ആകും സ്വാഭാവികമായും മുഖ്യമന്ത്രി. മാത്രവുമല്ല, അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായും തെരഞ്ഞെടുക്കും. MLC ആയിട്ടായിരിക്കും അദ്ദേഹം സഭയിലെത്തുക എന്നുകൂടി ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നിതീഷ് സർക്കാരിൽ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. 2ഉം BJP നേതാക്കളാണ്. പക്ഷേ നിഷാന്ത് കുമാർ ഉപമുഖ്യമന്ത്രി ആകുമ്പോൾ JDUവിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രിയായി ഉണ്ടാകൂ എന്നുകൂടി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം 2 അധികാര കേന്ദ്രങ്ങൾ അത് ഒഴിവാക്കുകയാണ് ഇതിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഏതായാലും നിഷാന്ത് കുമാറിലേക്ക് JDU നീങ്ങുകയാണ്. അദ്ദേഹമാകട്ടെ നിലവിൽ രാഷ്ട്രീയത്തിൽ പരിചിതമില്ലാത്ത നേതാവാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാന പര്യടനത്തിലാണ് ഇപ്പോൾ ഏതായാലും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. ശരി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.